പേജ് നമ്പർ ഒന്ന് പറയാവോ? Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning. Claire പറഞ്ഞു കേട്ടോ. എവിടെ? അടുത്തരാം. Claire. Ma'am, dear Lord, thank you for the gift of this new day. Please guide my steps, protect me from harm, and fill my heart with your peace and love. Help me to see your blessings in every moment, and may I serve others with kindness and grace. Amen. Signing thought of the day. Sort of the capacity to learn is a gift. To learn is a gift. The willingness to learn is a choice. Then നമ്മള് ഏത് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്ത്? ചൈൽഡ് വെൽഫെയർ ആണോ? അതെ മിസ്. ഓക്കെ. അത് ചൈൽഡ് വെൽഫെയറിൽ നമ്മുടെ സെമിനാർ വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ലല്ലോ. ഇല്ല. ഒരു ആക്ഷൻ സോങ് പഠിക്കാൻ പറഞ്ഞിരുന്നു. ആണോ? ആക്ഷൻ സോങ്ങും വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സെമിനാർ തന്നിട്ടില്ല. ഓക്കെ. അല്ലടാ, ആക്ഷൻ സോങ്ങിലൊപ്പം ഈ ഹാബിറ്റ്സിന്റെ ചാർട്ടോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. ആക്ഷൻ സോങ് ഹെൽത്ത് ഹാബിറ്റ്സിനെ കുറിച്ചിട്ടാണോ? Healthy habits. ആക്ടിവിറ്റി ഉണ്ട്. ആക്ടിവിറ്റി ഉണ്ടോ സേതു? സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആണോ? ആൽഫബറ്റ് ചാർട്ടോ? സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്. ഓക്കെ. ചെയ്തവരൊന്നും പേരയക്കാം കേട്ടോ. സ്വപ്ന എന്തെങ്കിലും പറയാനുണ്ടാടാ? സേതു പ്രസന്റ് ചെയ്തോടാ. ഓക്കെ. സ്മോൾ നമ്പേഴ്സ് അല്ലേ? കാണാട്ടെ, നന്നായിട്ടുണ്ട് കേട്ടോ. Thank you, ma'am. അശ്വതി. അശ്വതി. മിസ് ഒരു മിനിറ്റ്, ഞാനതൊന്ന് അറേഞ്ച് ചെയ്തോട്ടെ. ഒറ്റ സെക്കൻഡ്.
ഐശ്വര്യ നോട്ട്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ? ആ കമ്പ്യൂട്ടർ എന്റെ മോനെടുത്ത് കാണിച്ചു കൊടുത്തായിരുന്നു. കാരണം ഈ ലെറ്റർ യു മാത്രം കാണുന്നത് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, പ്രൊസീഡ് ചെയ്തോ. ഒരു ലെറ്റർ മിസ്സിംഗ് ഉണ്ട്. അവൻ ബോക്സ് എടുത്ത് കളിച്ചായിരുന്നേ. അപ്പൊ ആളെ വെച്ചിട്ടുണ്ടാവണം. കുഴപ്പമില്ല. അവൻ എത്ര വയസ്സായി? ആൾക്ക് 3.5 വയസ്സ്. കാണാൻ പറ്റുന്നുണ്ടോ? അവന് അക്ഷരങ്ങൾ പഠിപ്പിക്കുമ്പോ ഇത് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് വെച്ചിട്ട് പഠിപ്പിക്കണോ? ഞാൻ കാണിച്ചു കൊടുത്തപ്പോ ആള് ഓരോ നമ്പേഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ അവന്റെ സ്പെല്ലിംഗ് ഒക്കെ കാണിച്ചു തുടങ്ങി. അപ്പൊ അങ്ങനെ എടുത്തതാ. ആളെവിടെയോ ഇത് വെച്ചിട്ടുണ്ട്. എല്ലാ ലെറ്റേഴ്സും കംപ്ലീറ്റഡ് ആണ്. എവിടെയെങ്കിലും റൂമിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഇപ്പൊ ഞാൻ ബോക്സ് നോക്കിയപ്പോഴാ ഒരു യു കാണുന്നില്ല. ഐശ്വതി ബാക്കിയുള്ളവരോ? പറഞ്ഞോളൂ. ഇത് നമുക്ക് ഫ്രണ്ട് ക്യാമറ വെച്ച് കാണിക്കാൻ പറ്റൂലോ അല്ലേ? അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഗൂഗിൾ മീറ്റ് അപ്ഡേറ്റ് ചെയ്തവർക്ക് ബാക്ക് ക്യാമറയുടെ ഓപ്ഷൻ വരുന്നില്ല തോന്നുന്നുണ്ട്. എനിക്ക് കിട്ടുന്നില്ല. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ കാണാം. കാണാം. പിങ്ക് കളറിൽ ആൽഫബറ്റ്സ്, ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, വൈറ്റ്. ഓക്കെ, കാണാനുള്ളതായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. മിസ് ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ക്യാപിറ്റൽ ലെറ്റർ എഴുതിയപ്പോഴേക്കും ഉണ്ടല്ലോ, സ്മോൾ ലെറ്റർ എഴുതിയപ്പോഴേക്കും WXYZ കേഴ്സീവ് ലെറ്ററാ ഞാൻ ചെയ്തത്. പ്രോബ്ലം എല്ലാരും ചെയ്തതിൽ വേറെ ഏതാ? ചിലവർ ചെയ്തതിൽ കുഴപ്പമില്ല, ചിലവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതാണ് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മത്. ഹലോ, കേക്കാടാ. ഷോപ്പിലാണ്. ഷോപ്പില്ല. അപ്പം ടേബിളെ ഞാൻ ഇപ്പൊ നിരത്തി വെച്ചേക്കാം. ഞാൻ കാണിച്ചോട്ടെ? കാണിച്ചു. എന്റെ ക്യാപ്ചർ കഴിഞ്ഞ് തന്നെ കാണിച്ചായിരുന്നു. ബാക്കി വരുന്നത് സ്മോൾ ലെറ്ററാ. കാണാമോ? സ്മോൾ ലെറ്റർ ഫുള്ളും ഉണ്ട്. പിന്നെ 0 to 9 വരെ. ഓക്കെ, താങ്ക് യു. വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? യെസ് മാം, കാണിക്കാനുണ്ട്. സെറ്റ് ചെയ്തോ? നമ്പേഴ്സ് ബാക്കിയുണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. സെറ്റ് ചെയ്തോട്ടെ. ക്യാമറ ഓൺ ചെയ്തോ? യെസ് മാം. ക്യാപിറ്റൽ ലെറ്റർ ആണോ ഇത് ക്യാപിറ്റൽ ലെറ്റർ. നമ്പേഴ്സ് ഉണ്ടോ? സ്മോൾ ലെറ്ററോ? ഓക്കെ നന്നായിട്ടുണ്ട്. ചെറുതായി പോയോ ഒരു സംശയമുണ്ട്. വേറെ ആരെങ്കിലും? ചെയ്തിട്ടില്ലേ? എന്താ വേറെ ആരും ചെയ്യാതെ? നമ്മളൊക്കെ അന്ന് ഞങ്ങൾ അന്ന് ചെയ്യാത്തവരാണ് ഇപ്പൊ ചെയ്യണേ അല്ലേ? ഓക്കെ, മനസ്സിലായി. ഒരു ആക്ഷൻ സോങ് ആണ് ചെയ്യാനുള്ളത് അല്ലേ? അല്ലേ? ആക്ഷൻ സോങ്ങിന് പിന്നീട് മെസ്സേജ് അയക്കാവൂ. ഞാൻ അപ്പൊ ഓർഡറിൽ വിളിക്കാം. മെസ്സേജ് ആയിട്ട് അയക്കുകയാണെങ്കിൽ മെസ്സേജ് അയക്കിട്ട് എല്ലാവരും പേര്. ഫസ്റ്റ് താരാട്ടാടാ. ഓക്കെ, പിൻ ചെയ്തിട്ടുണ്ട്. പ്രസന്റ് ചെയ്തോ കേട്ടോ.
താര കേൾക്കാൻ പറ്റുന്നുണ്ടോ? താര കേൾക്കാൻ പറ്റുന്നുണ്ടാടാ? ഓക്കെ ഓക്കെ മാം. ഓക്കെ എടാ, പ്രസന്റ് ചെയ്തോടാ. Early to bed, early to rise. Wish good morning, wish good night. Follow good habits, be a good child. Follow good habits, be a good child. Bath every day, brush your teeth, comb your hair, cut your nails. Follow good habit, be a good child. Follow good habit, be a good child. Go wash your hands before after meals. Go wash your hands before after meals. Fight germs, fight with germs and keep yourself clean. Fight with germs and keep yourself clean. Follow good habit, be a good child. Follow good habit, be a good child. നന്നായിരുന്നു കേട്ടോ. നെക്സ്റ്റ് താര കഴിഞ്ഞിട്ട് ഷഹലത്ത്. മാം ഞാനും നാഷണൽ സോങ് തന്നെയാണ് പ്രിപ്പയർ ചെയ്തേക്കണേ. കുഴപ്പമില്ല, വേറെ രീതിയിലായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. എന്റെ ഡിഫറെന്റ് ആയിരിക്കും പ്രസന്റ് ചെയ്തോട്ടാ. Early to bed, early to rise. Wish good morning, wish good night. Follow good habits, be a good child. Follow good habits, be a good child. Bath every day, brush your teeth, comb your hairs and cut your nails. Bath every day, brush your teeth, comb your hairs and cut your nails. Follow good habits, be a good child. Follow good habits, be a good child. Go wash your hands before and after meals. Fight with germs and keep yourself clean. Go wash your hands before and after meals. Fight with germs and keep yourself clean. Follow good habits, be a good child. Follow good habits, be a good child. Thank you, ma'am. നന്നായിരുന്നു കേട്ടോ. സെയിം ആക്ഷൻ സോങ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന രീതിക്ക് വ്യത്യാസം എന്റെ ഡിഫറെന്റ്. ആയിഷ. മാം ഞാനും അതേ സോങ് ആണ്. Early to bed and early to rise. Wish good morning and wish good night. Follow good habit, be a good child. Follow good habit, be a good child. Bath every day and brush your teeth. Comb your hair and cut your nails. Follow good habit, be a good child. Follow good habit and be a good child. Go wash your hands before and after meals. Fight with germs and keep yourself clean. Follow good habit, be a good child. Follow good habit, be a good child. മാം ഞാൻ നിന്നിട്ട് ചെയ്യാനാണ് പ്രിപ്പയർ ചെയ്തത്, പക്ഷെ നിൽക്കുമ്പോ അതിൽ കാണുന്നില്ല സ്ക്രീനിൽ. Dance around, clap your hands. Healthy habits, we all can. Brush your teeth, wash your face, move your body, find your feet. Eat your veggies, drink your water, stretch and jump.
Sharing, caring, being kind, happy, healthy, peace of mind. Wave your arms and so high. Healthy habits make us strong. Let's dance together, sing along. Good habits make us strong. Dance around, clap your hands, healthy habits. We all can brush your teeth, wash your face, move your body, find your peace. Eat your veggie, drink your water, sex and gems. Love and chatter, sharing, caring, being kind, happy, healthy, peace of mind. Wave your arms and so high. Healthy habits make us fly. Let's dance together, sing along. Good habits make us strong. നന്നായിട്ടോട്ടെ നികിത. Thank you. ഏടാ ഷീന. സ്ക്രീനിൽ ശരിക്കാവുന്നില്ല. ഷീന ഷീന ഓക്കെ. ഷെനി ഷെനി ഹലോ ആരാണ്? ഓക്കെ ഷെനി. ഷെനിയാണ്. ഓക്കെ പ്രസന്റ് ചെയ്തോടാ. Brush your teeth, brush on every day. Father, mother, brother, sister, brush on every day. Comb your hair, comb on every day. Father, mother, brother, sister, comb on every day. Drink your milk, drink on every day. Father, mother, brother, sister, drink on every day. ചെറിയൊരു സ്വാഗതം. ഓക്കെ നന്നായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ആരാണ്? അശ്വതി. ഒച്ച വെക്കല്ലേ മാം. നേരത്തെ അവര് പാടിയ പാട്ട് തന്നെയാ ഞാനും പ്രിപ്പയർ ചെയ്തതാ. ഓക്കെ കുഴപ്പമില്ല കേട്ടോ. അത് എന്റെ ഡിഫറെന്റ് ആയിരിക്കും നമ്മുടെ പ്രസന്റേഷൻ. എനിക്ക് ത്രോട്ടിന് റെസ്റ്റ് പറഞ്ഞേക്കുവാണ്, അതുകൊണ്ട് ഒച്ച കുറച്ചാ കുഴപ്പമില്ലല്ലോ. ഇല്ലല്ല കുഴപ്പമില്ല. പറ്റുന്ന രീതിയിൽ ഇടാൻ മതി ഇടാം. Early to bed, early to rise. Wish good morning, wish good night. Follow good habits, be a good child. Bath every day, brush twice a day. Comb your hair, cut your nails. Follow good habits, be a good child. Go wash your hands before after meal. Fight with the germs and keep yourself clean. സോറി മാം, തൊണ്ടയ്ക്ക് ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല കേട്ടോ. ഓക്കെ ഓക്കെ താങ്ക് യു മാം. ഐശ്വര്യ. ഞാൻ സെലക്ട് ചെയ്ത സമയത്ത് കാണാൻ പറ്റുന്നുണ്ടോ? എന്താണ് കാണാൻ പറ്റുന്നുണ്ടോന്ന്? കാണാടാ. ചെറുതായിട്ട് സെൽഫ് ഓർഗൻസിനായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ആയിട്ടുണ്ട്. എന്നാലും ഞാൻ കുഴപ്പമില്ല. പ്രശ്നം ചെയ്തു. Eyes look at your teacher, ears listen to your teacher. Hands on the desk. Follow the rules for be the best. Eyes look at your teacher, ears listen to your teacher. Hands on the desk. Follow the rules for be the best. ഓക്കെ ICU വരുന്ന കാരണം ആ ഓർഗൻസിന്റെ ഇതായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. പിന്നെ ലിസണും അതൊക്കെ പറയുന്നതുകൊണ്ട് അത് സെലക്ട് ചെയ്തതാ.
Okay. Dismi, നന്നായിരുന്നു ഇവിടെ ഐശ്വര്യ. താങ്ക് യു മാം. Good morning. Dismi, റംസി. sorry. Sorry. Yeah, ഓക്കെ. Ramsi. എല്ലാരും ചെയ്ത് തന്നെയാണ്. ആണല്ലേ, അപ്പൊ എന്നെ പറഞ്ഞ കാര്യമില്ല. സ്ട്രെസ് ചെയ്തോടാ. ഓക്കെ. Early to bed, early to rise, early to bed, early to rise. Wish good morning and wish good night. Wish good morning and wish good night. Follow good habits, be a good child. Follow good habits, be a good child. Bath every day, brush your teeth. Bath every day, brush your teeth. Comb your hair and cut your nails. Comb your hair and cut your nails. Follow good habits, be a good child. Follow good habits, be a good child. Go wash your hands before and after meals. Go wash your hands before after meals. Fight with germs and keep yourself clean. Fight with germs and keep yourself clean. Follow good habits. Be a good child. Follow good habits. Be a good child. Thank you. ഓക്കേടാ, നന്നായിരുന്നു കേട്ടാ. അനു, യെസ് മാം. ഓക്കേടാ. ഷീന, നെക്സ്റ്റ്. ഓക്കെ, പ്രസന്റ് ചെയ്തോടാ. സെയിം ആണോ? ആക്ച്വലി ഞാൻ 2 പ്രിപ്പയർ ചെയ്തിരുന്നു. ഒരെണ്ണം എല്ലാവരും ഇപ്പൊ പാടിയ ആ പാട്ട് തന്നെയായിരുന്നു. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഓക്കെ, അത് പ്രസന്റ് ചെയ്തോ. വെറൈറ്റി ആയിക്കോട്ടെ. Wake up, rise and shine. Wake up, rise and shine. Brush your teeth, you will feel so fine. Brush your teeth, you will feel so fine. Wash your hands and comb your hair. Wash your hands and comb your hair. Start your day with love and care. Start your day with love and care. Eat your fruits and drink your milk. Eat your fruits and drink your milk. Healthy body smooth like silk. Healthy body smooth like silk. Clean your bed and clean your room and make your bed. Clean your room and make your bed. Happy thoughts inside your head. Happy thoughts inside your head. That's it, ma'am. ഓക്കേടാ, നന്നായിരുന്നു കേട്ടാ. ജോസ്മി അല്ലേ? യെസ് മിസ്. ഓക്കെ, പ്രസന്റ് ചെയ്തോടാ ജോസ്മി. മിസ് ഞാൻ എടുത്താക്കുന്നു. എല്ലാവരും ചെയ്ത് തന്നെയാ, കുഴപ്പമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, മോൻ ഇതാ രീതിയിൽ പ്രസന്റ് ചെയ്തു കേട്ടോ. മിസ് കാണാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമുണ്ടോ? കാണുന്നില്ലേ? Early to bird, early to rise. Wish a good morning, wish a good night. Follow good habits, be a good child. Follow good habits, be a good child. Brush your teeth, comb your hair, cut your nails. Follow good habits, be a good child. Follow good habits, be a good child.
Go wash your hands before and after your meals. Fight with germs and keep yourself clean. Go wash your hands before and after your meals. Fight with germs and keep yourself clean. Follow good habits, be a good child. Follow good habits, be a good child. Yes, thank you. ഓക്കെ, നന്നായിരുന്നു. ഷീന, ഷീന. യെസ് മാം. ഓക്കെ, നേരത്തെ വിളിച്ചപ്പോ കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ടാണ് അടുത്ത ആളെ വിളിച്ചത്. ഞാൻ ഹെൽത്തി ഫുഡിനെ കുറിച്ചാണ് മിസ്സേ. ഓക്കെ, പ്രസന്റ് ചെയ്തോടാ. കാണാലോ അല്ലേ? Healthy food, who are you? I am the one that is good for you. Healthy food, who are you? I am the one that is good for you. I make you grow tall and strong. I make you grow tall and strong and give you energy all day long. I give you energy all day long. Junk food, who are you? I am the one that is bad for you. Junk food, who are you? I am the one that bad for you. I make you weak and very sick. I make you weak and very sick. You became lazy and no more cute. You became lazy and no more cute. നന്നായിരുന്നു കേട്ടോ ഷീന. വേറെ ഗുഡ് ഹാബിറ്റ് എന്ന് പറയുമ്പോ ഗുഡ് ഫുഡിന്റെ കാര്യം സെയിം തന്നെയാണ്. ഹാബിറ്റിൽ വരുന്നതാണ് കേട്ടോ. നന്നായിരുന്നു കേട്ടോ. പ്രിയ. ഓക്കെ, തുടങ്ങട്ടെ. ചെയ്തോടാ. Brush your teeth, brush on every day. Father, mother, brother, sister, brush on every day. Wash your face, wash on every day. Father, mother, brother, sister, wash on every day. Comb your hair, comb on every day. Father, mother, brother, sister, comb on every day. Eat your food, eating every day. Father, mother, brother, sister, eat on every day. Drink your milk, drink on every day. Father, mother, brother, sister, drink on every day. Exercise, daily exercise. Run around, don't sit down. Exercise once every day. ഓക്കെ, നന്നായിരുന്നു കേട്ടോ പ്രിയ. Okay, thank you. ഓക്കെ നയന, കുഴപ്പമില്ല കേട്ടോ. ടെസ്റ്റ് പ്രാവശ്യം ടെസ്റ്റ് ചെയ്യാം. കുഴപ്പമില്ല. ഓക്കെ, ഐശ്വര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹസീന. Okay, Miss. പ്രസന്റ് ചെയ്തോടാ. Good afternoon, everyone. Good afternoon. Wake up, clap, clap, clap. Brush your teeth, tap, tap, tap. Wash your face, splash, splash, splash. Comb your hair, swish, swish, swish. Eat good food, yummy, yummy, yummy. Drink some water, glad, glad, glad. Exercise now, jump, jump, jump. Stretch your body up, up, up. Wash your hands, clean, clean, clean. Keep your body fresh and clean. Sleep at night, close your eyes. Healthy habits make us wise. Thank you. ഓക്കെ, നന്നായിരുന്നു കേട്ടോ ഹസീന. Thank you, Miss.
ഇപ്പോ എല്ലാവരും ഏകദേശം ഹെൽത്തി ഹാബിറ്റ്സിന്റെ സോങ്ങുകൾ നന്നായിട്ട് മനസ്സിലാകാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ തന്നെ ആ ഒരു ടൈമില് റിപ്പീറ്റ് തന്നെ വന്ന സോങ്ങുകൾ ഇപ്പൊ പഠിക്കാൻ പറ്റാത്തവരായാലും അത് കേട്ട് പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഇല്ലേ? അപ്പൊ ഇനി അത് നമ്മളോട് പെട്ടെന്ന് ഒരു ആക്ഷൻ സോങ് ഇന്റർവ്യൂവിനൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ആക്ഷൻ സോങ് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കോൺഫിഡൻസോട് കൂടി പ്രസന്റ് ചെയ്യില്ലേ? ഓക്കെ. ദെൻ നമ്മള് ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എവിടെ വരെ പറഞ്ഞു എന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? നമ്മളിനി കാഴ്ച പരിമിതിയുള്ള അതാണ് ഇനി പറയാൻ പോണെ. ചിൽഡ്രൻ വിത്ത് വിഷ്വൽ ഇംപയർമെന്റ്. ഓക്കെ. അപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാലോ? ഇല്ല മാം, അവിടെ മുതലായി സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇംപയർമെന്റ്, കാഴ്ച പരിമിതിയുള്ള കുട്ടികള് ചിലപ്പോൾ നമ്മളുടെ അറിവിലും നമ്മളുടെ പരിശീലനത്തിലൊക്കെ കാഴ്ചക്ക് പ്രശ്നമുള്ള കുട്ടികളുണ്ടാവും അല്ലേ? അപ്പോ കാഴ്ച പരിമിതിയുള്ള കുട്ടികള് മേ ബി ബർത്തിന്റെ സമയത്ത് തന്നെ കാഴ്ചയില്ലാതെ ജനിക്കുന്ന കുട്ടികളുണ്ട്. പിന്നെ മറ്റു കാരണങ്ങളാൽ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട്. എന്താ പറയാ, വിഷ്വൽ ഡെഫിഷ്യൻസി മേ ബി സ്മോൾ ബോക്സ്, മെൻറ്റാലിറ്റീസ്, ട്രോമോ, സ്കാൾ ഫീവർ, ബേൺസ്, അതേപോലെ തന്നെ ഡേഞ്ചറസ് സബ്സ്റ്റൻസ്, കെമിക്കൽ അല്ലെങ്കിൽ പോയിസണസ് ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ ആയിട്ട് കോണ്ടാക്ട് വരുന്നതിലൂടെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന കേസുകൾ നമുക്കറിയാം. ഈ കുട്ടികൾക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് കോമ്പൻസേറ്ററി ഓർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണ്. വിഷ്വൽ ഇംപയർമെന്റിന്റെ ആ ഒരു രീതി ഹാർഡ്നെസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോ നമ്മള് നമുക്ക് കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് സെയിം ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ് പറ്റില്ല. കാരണം പൂർണ്ണമായിട്ട് കാഴ്ചയില്ലാത്ത കുട്ടികളുണ്ടാവും. അവർക്ക് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആയിരിക്കും കൂടുതൽ കംഫർട്ടബിൾ വെച്ചാൽ നമുക്ക് നോർമൽ എഡ്യൂക്കേഷനേക്കാൾ നല്ലത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണ് ആ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി കാഴ്ച പരിമിതിയുള്ള കുട്ടികളാണെന്ന് വിചാരിക്കും. കാഴ്ചയിൽ ചെറിയ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്കാണെങ്കിൽ നോർമൽ എഡ്യൂക്കേഷൻ ഓക്കെയാണ്. അവർക്ക് വേണ്ട മെറ്റീരിയൽസും കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് നോർമൽ എഡ്യൂക്കേഷൻ പോസിബിൾ ആണ്. ഇപ്പോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഒക്കെ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സൈസ് കൂട്ടി പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ചെറിയ അക്ഷരങ്ങൾ വായിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അതിലൂടെ മാറാൻ പറ്റും. പിന്നെ അവർക്ക് ടെക്സ്റ്റ് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണം. അവർ ക്ലാസ് ഇപ്പോൾ ഒരുപാട് നേരം ഒരുമിച്ചിരുന്ന് വായിക്കാനായിട്ട് അലൗ ചെയ്യാൻ പാടില്ല. റെസ്റ്റ് ടൈം കൊടുക്കാം. എൻഷുർ സ്യൂട്ടബിൾ പ്രിന്റിംഗ് സൈസ് ഓക്കെയാണ് നോക്കണം. പിന്നെ ലൈറ്റ് അറേഞ്ച്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ലൈറ്റ് അറേഞ്ച്മെന്റ് ഇതൊരു കുട്ടിക്ക് കുഞ്ഞു കുട്ടിയാണ്. ആ കുട്ടി ഫ്രണ്ട് ഡെസ്കിലായിരിക്കണം നമ്മൾ അവരെ ഇരുത്തേണ്ടത്. ഫസ്റ്റ് ബെഞ്ചിൽ ഇരുത്താൻ നോക്കാം. ഇനി ആ കുട്ടിയുടെ ഏത് സൈഡിൽ നിന്നായിരിക്കണം ലൈറ്റ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഗ്ലോ, അല്ലെങ്കിൽ ഏത് സൈഡിൽ നിന്നായിരിക്കണം ലൈറ്റ് അടിക്കേണ്ടത്? ഫ്രണ്ടിൽ നിന്ന് ലൈറ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ബോർഡിൽ എഴുതുന്നത് കാണുമ്പോൾ മനസ്സിലാക്കോ? ഇല്ല, ബാക്ക് സൈഡിൽ. ബാക്ക് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ സൈഡിൽ നിന്നായാലും കുഴപ്പമില്ല, ഒരു പരിധി വരെയും കുഴപ്പമില്ല. ഓക്കെ. ഇനി കാഴ്ച പരിമിതിയുള്ള കുട്ടികള് കാര്യങ്ങൾ പേജ് നമ്പർ 32 കേട്ടോ. കാഴ്ച പരിമിതിയുള്ള കുട്ടികള് നമ്മൾ കൂടുതലും എന്താണ് മേ ബി അവര് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പൂർണ്ണമായിട്ട് കാഴ്ചയില്ലാത്തവര് ടച്ച് ചെയ്ത് നോക്കിയിട്ടാണ് അല്ലെ. പിന്നെ ടച്ച് ചെയ്ത് നോക്കുന്നു, ലിസൺ ചെയ്ത് ഓരോ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നു. സോ അപ്പൊ നമ്മള് അവർക്ക് എന്താ പറയാ കൂടുതലായിട്ട് ടച്ച് ചെയ്യുന്ന ടൈപ്പ്. ഇപ്പൊ സാധാരണ നമുക്കറിയാതെ കാഴ്ച പരിമിതിയുള്ള കുട്ടികളിൽ പൂർണ്ണമായിട്ടും കാഴ്ചയില്ലാത്ത കുട്ടികൾ ഏത് ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത് അറിയോ? ബ്രെയിൻ യൂസ് ചെയ്യുന്നത്. കുത്ത് പോലത്തെ ആ ഒരു ടച്ച് ചെയ്ത് നോക്കി വായിക്കുന്നത്. ഓക്കെ. അപ്പോ എനിക്ക് എന്റെ ഒരു എക്സ്പീരിയൻസ് അല്ല, എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. എന്റെ ഫ്രണ്ട് ഞാനും സെയിം ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡിലായിരുന്ന സമയത്ത് ഈ കുട്ടിക്ക് പതിയെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നുണ്ടായിരുന്നു. അവള് പറയുമായിരുന്നു കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട് എന്നൊക്കെ അവള് പറയുമായിരുന്നു. പക്ഷെ ഞാനത് അങ്ങോട്ട് കൺസിഡർ ചെയ്യില്ലായിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നോ?
ഓക്കെ. അപ്പൊ അങ്ങനെ വന്നപ്പോ ആൾക്ക് ഫാമിലിയിലെ ലാസ്റ്റ് അവസാനത്തെ സ്റ്റേജ് ഒക്കെ ആയപ്പോഴാണ് പറഞ്ഞത്. സോ അപ്പോഴേക്കും പിന്നെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞപ്പോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് രണ്ട് കണ്ണിന്റെയും കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെടാണ് വന്നത്. സോ നമ്മള് കാഴ്ച പരിമിതി കുട്ടികളെ തിരിച്ചറിയാനായിട്ട് ഇന്ന് പാരന്റ്സിനും ടീച്ചേഴ്സിനും കുറച്ചും കൂടി നല്ല രീതിയിൽ അതിനുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ ക്ലിനിക്കുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്, ക്യാമ്പുകൾ അതിന്റെ അല്ലെങ്കിൽ ഐ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സ്കൂളുകൾ ഇല്ലേ. നമ്മളൊരു ഇയർലി വൺസ് എങ്കിലും ഐക്ക് വേണ്ടിയിട്ട് ഒരു ചെക്കപ്പും കാര്യങ്ങളും സ്കൂളുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ വിഷ്വൽ ഇമ്പയർമെന്റ് എന്ന് പറയുന്നത് ഒരവസ്ഥയാണ്. കാഴ്ച നഷ്ടപ്പെട്ടാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്രയും മനോഹരമായിട്ടുള്ള ലോകാലയം. ഒരു 10 മിനിറ്റ് നമുക്ക് 10 അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മുടെ കണ്ണ് കെട്ടിയിട്ട് നമ്മൾക്ക് ഒന്ന് മൂവ് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇത് ചെയ്യുന്ന വർക്കൊക്കെ തന്നെ ആയിരിക്കും. ഒന്ന് കണ്ണടച്ച് ഫുൾ കണ്ണ് ക്ലോസ് ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റും ലാലേ. അപ്പോ കാഴ്ച നഷ്ടപ്പെട്ടാലേ അതിന്റെ വിഷമം അവർക്ക് മനസ്സിലാകുള്ളൂ. അപ്പോ നമ്മളെ കുട്ടികള് പിന്നെ അതേപോലെ തന്നെ കണ്ണെങ്ങനെ സൂക്ഷിക്കണം, കണ്ണിന് കേടുപാട് വരാത്ത രീതിയിൽ നമ്മളെങ്ങനെ സേഫ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കെയറും കാര്യങ്ങളൊക്കെ നമ്മൾ പാരന്റ്സ് ടീച്ചേഴ്സും കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം. പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കണം. ഹെൽത്തിനെ കുറിച്ചിട്ട് ഐസിന്റെ ഹെൽത്തിനെ കുറിച്ചിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിലൂടെ അവർക്ക് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണം. ഓക്കെ. അപ്പോ നമ്മൾ വിഷ്വൽ ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് സീറ്റ് അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കാം, ഫ്രണ്ട് സീറ്റിലെ ഫ്രണ്ട് റോയിൽ കൊണ്ടുവരുത്താം, മേക്ക് ഷുവർ ലൈറ്റ് ഈസ് സ്യൂട്ടബിൾ, ലൈറ്റിംഗ് സ്യൂട്ടബിൾ ആണോ എന്ന് ഉറപ്പുവരുത്താം. ഇൻക്രീസ് ഓറൽ ആക്ടിവിറ്റി, റിട്ടേൺ ആക്ടിവിറ്റിനേക്കാൾ കൂടുതൽ ഓറൽ ആക്ടിവിറ്റി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. അലോ എക്സ്ട്രാ ടൈംസ് ഫോർ ആക്ടിവിറ്റീസ്, ഈ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടി ടൈം എക്സ്ട്രാ കൊടുക്കാം. ലെസ് കോപ്പിയും ഫ്രം ബ്ലാക്ക് ബോർഡ് ഓഫ് PPT ബ്ലാക്ക് ബോർഡിൽ നിന്നൊക്കെ കോപ്പി ചെയ്തെടുക്കുന്നത് കുറയ്ക്കാം. അഡ്രസ് ഓൾ സ്റ്റുഡൻസ് ബൈ ദർ നെയിം, അവരെ പേര് വിളിച്ച് അവരെ എന്ത് ചെയ്യാം, വിളിക്കാൻ ശ്രമിക്കാം. Then question paper should be printed in larger size. Then textbook should be printed in കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രിന്റ് ചെയ്യണം. കുറച്ച് വലിയ സൈസിൽ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെയുള്ള കാഴ്ച പ്രോബ്ലംസ് അല്ലെങ്കിൽ വിഷ്വൽ ഇമ്പയർമെന്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഗ്ലാസ് കാര്യങ്ങളൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെക്സും കാര്യങ്ങളൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോ ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ് ഒരാൾ വായിക്കോ? ഓക്കെ, ഹസീന വായിച്ചോളാം. Children with visual impairment. Children are either unsighted by birth or become blind because of various reasons. The acquired causes of visual deficiency are disease like smallpox, meningitis, trachoma, scarlet fever, burns, or contact with dangerous or poisonous chemicals. The compensatory or special education is required according to the hardness of visual impairment. The parent of these children should be given proper guidance about how to keep their eyes healthy. Children should be trained to keep themselves away from situations bad to the eyes. Periodic checkup or special ophthalmic examinations should be arranged. Okay. Appo children are either unsighted by birth or become blind because of various reasons. ചിലപ്പോൾ ജനിക്കുമ്പോൾ തന്നെ എന്താണ് കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടവരാവാം, അല്ലെങ്കിൽ വേരിയസ് റീസൺസ് കാരണം കാഴ്ച നഷ്ടപ്പെട്ടവരാവാം. ഇനി വിഷ്വൽ ഡെഫിഷ്യൻസിക്ക് കാരണങ്ങൾ എന്തെല്ലാമാണ്? സ്മോൾ പോക്സ്, മെനിഞ്ചൈറ്റിസ്, ട്രക്കോമ, സ്കാർലറ്റ് ഫീവർ, ബേൺസ്, കോണ്ടാക്ട് വിത്ത് ഡേഞ്ചറസ് ആൻഡ് പോയിസണസ് കെമിക്കൽസ്, ഇതെല്ലാം എന്താണ് വിഷ്വൽ ഡെഫിഷ്യൻസിക്ക് കാരണങ്ങളാണ്. Compensatory or special education is required according to the hardness of visual impairment.
നമ്മൾ എങ്ങനെയുള്ള എഡ്യൂക്കേഷൻ ആണ് കുട്ടികൾക്ക് വിഷ്വൽ ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ആ ഒരു ഹാർഡ്നെസ് നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. പാരന്റ്സ് ഓഫ് ദി ചിൽഡ്രൻ, നമ്മൾ പാരന്റ്സ് should be give proper guidance about how to keep their eyes healthy. നമ്മുടെ കുട്ടികൾക്ക് കണ്ണ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം പാരന്റ്സിനുണ്ട്, ഇൻക്ലൂഡിങ് നമ്മുടെ ടീച്ചേഴ്സിനുണ്ട്. Children should be trained to be keep themselves away from the situation back to the eyes. കണ്ണിന് ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ കുട്ടികള് ട്രെയിനിങ് നമ്മൾ കൊടുക്കണം. പീരിയോഡിക് ചെക്കപ്പ് or special ophthalmic examination should be arranged. നമ്മൾ പീരിയോഡിക് ആയിട്ടുള്ള ചെക്കപ്പും ഓഫ്തമാലിക് എക്സാമിനേഷൻസ് ഒക്കെ കണ്ണിനെ റിലേറ്റ് ചെയ്യുന്ന സ്റ്റഡീനെയാണ് ഓഫ്തമാലിക് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള എക്സാമിനേഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് നേരത്തെയുള്ള വിഷ്വൽ ഇമ്പയർമെന്റ്സ്, കാഴ്ച പരിമിതികളെ കുറിച്ച് നേരത്തെ അറിയാനും അതിന് വേണ്ട പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കാനും സാധിക്കും. ഓക്കെയാണ് എല്ലാവരും? ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കി ഫുൾ ആയിട്ട് ഒന്ന് വായിച്ചു നോക്കിയേ. എല്ലാവരും മനസ്സിലൊന്ന് വായിച്ചു നോക്കട്ടാ. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കുന്നത് ഹിയറിംഗ് ഇമ്പയർമെന്റ് ആണ്. കേൾവി പ്രശ്നമുള്ള കുട്ടികൾ നമ്മൾ കാണുന്നതാണ്. ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം എപ്പോഴൊക്കെയാണ് കേൾവി പ്രശ്നമുള്ള കുട്ടികൾ ജനിക്കുന്നതെന്ന് വെച്ചാല് കേൾവി ജന്മനാലെ കേൾവി നഷ്ടപ്പെടുന്ന കുട്ടികൾ അതെപ്പോഴാണെന്ന് വെച്ചാല് ഫാമിലി ഹിസ്റ്ററിയില് പാരന്റ്സിന് ഇപ്പൊ അമ്മയ്ക്കാവാം അച്ഛനാവാം ആരെങ്കിലും ഡെഫ് ആയിട്ടുള്ള പാരന്റ് ആണെങ്കിൽ കുട്ടികളിൽ ചാൻസ് ഉണ്ട്, ഡെഫ് ആയിട്ടുള്ള കുട്ടികൾ ജനിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഡെഫ് ആയിട്ടുള്ള പാരന്റ്സിന് ജനിക്കുന്ന കുട്ടികൾ ഡെഫ് ആയിട്ടുള്ള കുട്ടികളായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ചില കുട്ടികൾ അങ്ങനെ ആവണമെന്ന് തന്നെ ഇല്ല. ഓക്കെ, പ്രശ്നം വരുന്നില്ല. പിന്നെ ക്ലോസ് റിലേഷൻ മാരേജസ് അറിയോ നിങ്ങൾക്ക്? ക്ലോസ് റിലേഷൻ മാരേജ് എന്താണ്? ക്ലോസ് റിലേഷൻ മാരേജ് കേട്ടിട്ടുണ്ടോ? മുറപ്പെണ്ണ് മുറച്ചിരിക്കൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് മാമമുറ തമിഴ്നാട്ടിലൊക്കെ കൂടുതൽ കേട്ടിട്ടുള്ളതാണ്. അക്ക പൊണ്ണായിരിക്കും എന്താ പറയാ ആങ്ങളെ കല്യാണം കഴിക്കുന്നത്, കേട്ടിട്ടുണ്ടോ? അത് മാമമുറ വേണം. നമ്മള് ഇയർ ടെസ്റ്റിന് മക്കളെ കൊണ്ട് ചെല്ലുമ്പോ അവർ ചോദിക്കുമല്ലോ ബന്ധത്തിൽ നിന്നുള്ള ആളെയാണോ വിവാഹം കഴിച്ചതെന്ന് ചോദിക്കും അവര് ഇയർ ടെസ്റ്റിന് ചെല്ലുമ്പോ. കാരണം എന്താണെന്നറിയാമോ? അങ്ങനെയുള്ള കേസുകളില് ക്ലോസ് റിലേഷൻ മാരേജ് ആണെങ്കിൽ കുട്ടികൾക്ക് കേൾവിയുടെ പ്രോബ്ലം വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ പറഞ്ഞില്ല ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന്. 2 കുട്ടികൾക്കും കാഴ്ചക്കും കേൾവിക്കും പ്രശ്നമുണ്ട്. ഞങ്ങളെ കല്യാണം കഴിച്ചതാണ്. മക്കളുടെ ചേച്ചി അനിയത്തിയുടെ മക്കൾ തമ്മിൽ കല്യാണം. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ചേച്ചി അനിയത്തി മക്കൾ തമ്മിൽ കല്യാണം കഴിക്കും? ഇവിടെ അങ്ങനെ കല്യാണം കഴിച്ചെന്ന് അവര് പറയുന്നത്. 2 പിള്ളേർക്കും കണ്ണ്, പക്ഷെ വേറെ കുറെ നല്ല പ്രോഗ്രാംസ് ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അവർക്ക് കുറെ അവാർഡൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ കാഴ്ചയും കേൾവിയും ഇല്ല അവർക്ക്. ആണും പെണ്ണും 2 ആണും ഒരു പെണ്ണിനും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അങ്ങനെ താമസിക്കാൻ പറ്റാണ്ട് തിരിച്ചിട്ട് വന്നിട്ട് വീട്ടിലുണ്ടോ കുട്ടി? പുള്ളി ഇക്കാലം കല്യാണം കഴിച്ചിട്ട് നല്ലപോലെയൊക്കെ നോക്കി. പക്ഷെ പെൺകൊച്ചിനെ അത് ശരിക്കും എന്താ പറയാ ബുദ്ധിമുട്ടായിട്ട് തോന്നിയെന്ന് അങ്ങനെയൊക്കെ ജീവിക്കാനായിട്ട്.
പക്ഷെ പുള്ളി എല്ലാം അറിഞ്ഞ് കല്യാണം കഴിച്ച് പുള്ളിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാ. ഒരു നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു ബോയിയാണ്. ഇപ്പൊ ആ പെൺകുട്ടി തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. ക്ലോസ് റിലേഷൻ മാരേജസ് ലൂടെ ജനിക്കുന്ന കുട്ടികൾക്കും ഈ ഒരു പ്രശ്നം പറയുന്നുണ്ട് സ്റ്റഡീസ്. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് കോംപ്ലിക്കേഷൻ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ബ്ലഡ് ഗ്രൂപ്പ് കോംപ്ലിക്കേഷന്റെ റിസൾട്ടും വരാറുണ്ട്. ഇനി അല്ലാതെ വരുന്ന കേൾവിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പോലെയൊക്കെയാണ് ഇൻഫെക്ഷൻ ഡിസീസ് ഡ്യൂറിങ് പ്രഗ്നൻസി. പ്രഗ്നൻസിന്റെ സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഡിസീസ് ഉണ്ട്, ഇപ്പം മീസിൽസ് പോലുള്ള അസുഖങ്ങൾ അമ്മയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് കേൾവി പ്രശ്നമായിട്ട് ജനിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി പ്രഗ്നൻസിയുടെ സമയത്ത് ആൽക്കഹോൾ കൺസപ്ഷൻ കൂടുതലാണ്, ഡ്രഗ്സ് നെർക്കോട്ടിക്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ സിറ്റുവേഷനിൽ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. ഡ്യൂറിങ് ദ ഡെലിവറി ലാക്ക് ഓഫ് ഓക്സിജൻ കുറയുന്നതിലൂടെ ഓക്സിജൻ കുറയുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടിക്ക് ഓക്സിജൻ കറക്റ്റ് ആയിട്ട് കിട്ടാതെ വരുമ്പോൾ എന്താണ് ഈ ഒരു പ്രശ്നം കാണുന്നുണ്ട്. അപ്പൊ ക്യാനോട്ട് ബ്രീത്ത്, ആ കുട്ടിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നീല കളറിലായിരിക്കും കുട്ടി പിന്നീട് കാണുന്നത്. അങ്ങനെ ജനിക്കുന്ന കുട്ടികൾക്ക് പിന്നീട് കേൾവിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയാറുണ്ട്. അതേപോലെ പ്രീമെച്യൂർ ബർത്ത്, അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള കുട്ടികള് പ്രീമെച്യൂർ ബർത്ത്, ഇനി അങ്ങനെയുള്ള കുട്ടികൾക്കും ഈ പ്രോബ്ലംസ് കാണാറുണ്ട്. നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാക്സിൻസ് ഫസ്റ്റ് വാക്സിൻസ് ഒക്കെ എടുക്കുന്ന പോലെ തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ചെയ്യുന്ന ഒരു കാര്യമല്ലേ കേൾവി പരിശോധന. ചെയ്തിട്ടില്ലേ കുഞ്ഞുമക്കൾക്ക്? കറക്റ്റ് കേൾവിക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ കേൾവി പരിശോധനയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഒരു നമ്മളെയൊക്കെ ഡിസ്ചാർജ് ഒക്കെ നോക്കുന്നത്. കാരണം നേരത്തെ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നേരത്തെ തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഗവൺമെന്റ് ഒക്കെ ആണെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഒക്കെ ആണെങ്കിൽ ഫുൾ ഫ്രീ ആണ്. ഹോസ്പിറ്റലിൽ അതിൻ്റെതായ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിയറിംഗ് ഇംപയർമെന്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഇന്ന് ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഹിയറിംഗ് ഇംപയർമെന്റിന്റെ തോതനുസരിച്ച് നമുക്ക് ഹിയറിംഗ് എയ്ഡ് ഒക്കെ യൂസ് ചെയ്യാം. പൂർണ്ണമായിട്ട് കേൾവി നഷ്ടപ്പെട്ടവർക്കല്ല, അതിന്റെ ഒരു ഗ്രാവിറ്റി നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഹിയറിംഗ് എയ്ഡ് ഉണ്ടല്ലോ ചെവിയിൽ നമ്മൾ വെക്കുന്ന ഹിയറിംഗ് എയ്ഡ്, അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഹിയറിംഗ് എയ്ഡ് ബാക്കിലൊരു ഇതൊക്കെ ആയിട്ട് സ്പീക്കറൊക്കെ ആയിട്ടൊക്കെ കണക്റ്റഡ് ഒക്കെ ആയിരിക്കും. കുഞ്ഞു കുട്ടികൾ ചിലപ്പോൾ ചെറിയ കുട്ടികൾ ഹിയറിംഗ് എയ്ഡ് വെക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഒരു വലിയ കുട്ടീനെ കണ്ടതാവും, അവള് ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ചെവിയിൽ നോക്കിയപ്പോ എന്തോ അങ്ങനെ എന്തോന്ന് വിചാരിച്ചു. പിന്നെ ബട്ട് വീണ്ടും ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായി ആള് ഹിയറിംഗ് എയ്ഡ് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അമ്മ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലിയ സൗണ്ട് ഒക്കെ വരുന്ന സമയത്ത് ഈ ഹിയറിംഗ് എയ്ഡ് എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. അവൾക്കത് ബാഡാണ്, അത് മാറ്റും. അപ്പോ ഹിയറിംഗ് ഇംപയർമെന്റ് എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായിട്ട് എന്താ പറയാ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. കാരണം കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് അതേ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലേ. എന്നിട്ട് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വരാറുണ്ട്. ടീച്ചർ പറഞ്ഞത് എന്താ അങ്ങനെ പറഞ്ഞത്, ടീച്ചർ പറഞ്ഞത് ശരിയായില്ലല്ലോ, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വരാറില്ലേ. ഒരു കാര്യം ഞാൻ ലാംഗ്വേജിലൂടെ പോലും പറഞ്ഞിട്ട് പോലും ചിലപ്പോ നമുക്ക് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഫ്രണ്ട്സിനോട് കാര്യങ്ങളോടൊക്കെ പറയുമ്പോൾ നമ്മൾ സംസാരിച്ചാൽ പോലും സംസാരിച്ച് അത് വ്യക്തമായില്ലെങ്കിൽ പോലും അവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വരും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഹിയറിംഗ് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അവർക്ക് ആ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? അപ്പൊ കമ്മ്യൂണിക്കേഷന് അതൊരു അഫക്ട് ചെയ്യും. അപ്പോ നമുക്ക് നോക്കാം. Children with hearing impairment, compensatory or special education is needed for the people who are disabled by hearing impairment. Compensatory or special education ആണ് നമ്മൾ ഹിയറിംഗ് ഇംപയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹിയറിംഗ് ഇംപയർമെന്റ് മേ ബി ഓഫ് ഡിഫറെന്റ് ഡിഗ്രി ഓഫ് ഗ്രാവിറ്റി. ഹിയറിംഗ് ഇംപയർമെന്റ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ഡിഗ്രി ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും അവർക്ക്. ഓരോരുത്തർക്കും സെയിം ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ് ആയിരിക്കില്ല പ്രൊവൈഡ് ചെയ്യുന്നത്. Hence, these children require different level of treatment. ഈ കുട്ടികൾക്ക് ഡിഫറെന്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹിയറിംഗ് ഡിസബിലിറ്റി അഫക്ട് ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓഫ് ദി ചിൽഡ്രൻ ഇൻ ഡിഫറെന്റ് വേസ്. ഈ കുട്ടികളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ ഇത് അഫക്ട് ചെയ്യും. ഹിയറിംഗ് ഇംപയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വരും. അങ്ങനെ വരുമ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അത് അവരുടെ മൈൻഡിനെ മെന്റൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യും. സോ ദേ ഷുഡ് ബി ഗീവ് സ്പെഷ്യൽ ട്രെയിനിങ്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഹിയറിംഗ് ഇംപയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 3 രീതികളാണ് ഇവിടെ പറയുന്നത്.
കമ്മ്യൂണിക്കേഷൻ among them normally take place in 3 ways. 3 രീതിയിലാണ് ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ത്രൂ ആക്ഷൻ, ലിപ് റീഡിംഗ് ഓർ ബോത്ത് ഹെൽത്തി കോംബോ ഓഫ് ബോത്ത് ഓഫ് ദിസ്. അപ്പോൾ നമുക്ക് ആക്ഷൻസിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ലിപ് റീഡിംഗ് നമ്മുടെ ചുറ്റുകൾ അനങ്ങുന്നതനുസരിച്ച് അത് റീഡ് ചെയ്തെടുക്കും. ഹെൽത്തി കോംബോ ഓഫ് ബോത്ത്, ഇത് രണ്ടും കൂടി കറക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടോ, ന്യൂസ് ഒക്കെ വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈവനിങ് ന്യൂസിനാണ്. അപ്പോ അതില് ഒരാള് ആക്ഷൻസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. സോ ഇനി നമ്മൾ എടുക്കുന്നത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആണ്. ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ്. ഈ ഫിസിക്കൽ ഡിസബിലിറ്റീസിന് സാധാരണയായിട്ട് ഞാൻ കുറച്ച് സെമിനാർ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ സെമിനാർ ടോപ്പിക്കുകൾ തട്ടെ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്ത് വരുമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ എൻഡോസൾഫാൻ ദുരന്തം? എൻഡോസൾഫാൻ എൻഡോസൾഫാൻ ആണ് ടോപ്പിക്. 3 പേർക്ക് ടോപ്പിക് ഹാൻഡിൽ ചെയ്യാം. ആരൊക്കെയാണ് ഫസ്റ്റ് വരുന്നത്? സെമിനാർ എടുക്കാനാണ് കേട്ടോ. മിസ് കഴിഞ്ഞ വട്ടം എടുക്കണോ? കഴിഞ്ഞ ക്ലാസ്സിൽ CPR-നെ കുറിച്ച് എടുത്തവരെടുക്കണോ? അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കാണ് മാറി നിൽക്കാൻ, മറ്റുള്ളവർ എടുത്തോട്ടെ എന്നൊന്ന് വിചാരിക്കാം, അങ്ങനെയുള്ളൂ. എടുത്ത ആൾ തന്നെ എടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോ എടുക്കാത്തവരെ മുന്നോട്ട് വരാണ് വേണ്ടത്. ഓക്കെ, ആരാണ് 3 പേര്? എൻഡോസൾഫാൻ ദുരന്തം, അതിനെ കുറിച്ചിട്ട് എടുക്കണം. ദേവത ഒക്കെയാണോ? താര പറഞ്ഞു. ഷീന, രേവതി. ഓക്കെ, ഏത് എൻഡോസൾഫാനോ? സ്വപ്നയാണോ? ഓക്കെ, ഷീന 1 മിനിറ്റ് ആണ്. നെക്സ്റ്റ് തരാട്ടോ, കുഴപ്പമില്ലല്ലോ. ഷീന, ഓക്കെ ഓക്കെ. ഭോപ്പാൽ ട്രാജഡി കേട്ടിട്ടുണ്ടോ ഷീന? ഭോപ്പാൽ ഉണ്ട് മിസ്സേ, ഉണ്ട്. ഭോപ്പാൽ ദുരന്തം എടുത്തോട്ടോ. ഓക്കെ ഓക്കെ. ഇനി 2 പേര്, ഹസീന, ഭോപ്പാൽ. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? ഭോപ്പാൽ വേറെ ആരുടെ? ആരില്ലേ? പ്രിയ. ഓക്കെ, പ്രിയ കേട്ടോ. നെക്സ്റ്റ് ഉണ്ട്, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നികിത അല്ലെ? ഹെലൻ കെല്ലറിനെ കുറിച്ച് അറിയോ നികിത? ആരായിരുന്നു ഹെലൻ കെല്ലർ? ഇങ്ങനെയാണ് അത്. രശ്മി, അനു. ഓക്കെ, 2 പേരെ പറ്റി. രശ്മി, അനു കേട്ടോ. രശ്മി അല്ല കേട്ടാ, രശ്മിയാണ്. ഞാൻ എന്നോട് പറഞ്ഞാണ് രശ്മി, അനു. ഓക്കെ, രശ്മിയും പിന്നെ അനുവാണ് എടുക്കേണ്ടത്. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടോ പഠന വൈകല്യം? ഐശ്വര്യ കേട്ടിട്ടുണ്ടോ പഠന വൈകല്യം എന്ന്? എന്താണ് പഠന വൈകല്യം എന്നുള്ളത് ഐശ്വര്യയും ഷിനിയും എടുത്തു കേട്ടോ. ഓക്കെ, അപ്പോ ഫിസിക്കൽ ഡിസബിലിറ്റിയുടെ ഭാഗമായിട്ടുള്ള സെമിനാർ ആണ് MT20. ഭോപ്പാൽ, എൻഡോസൾഫാൻ, ഹെലൻ കെല്ലർ, പഠന വൈകല്യങ്ങൾ. സ്റ്റീഫൻ ഹോക്കിൻസ് കേട്ടിട്ടുണ്ടോ? ഓക്കെ, സ്റ്റീഫൻ ഹോക്കിൻസിനെ കുറിച്ച് ആരാ സെമിനാർ എടുക്കുന്നത്? ട്രൂ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളത്. ആരെടുക്കുന്നത്? ആരുമില്ലേ? അത് ഞാൻ എടുക്കാം മിസ്. സ്റ്റീഫൻ ഹോക്കിൻസ്, സ്വപ്ന. മിസ്, ഞാൻ എൻഡോസൾഫാനും എടുക്കുന്നുണ്ട്, സ്റ്റീഫൻ ഹോക്കിൻസും എടുക്കുന്നുണ്ട്. 2 എണ്ണം. ഓക്കെ, ശരി. എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കി. ഹിയറിംഗ് പാർലമെന്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ.
മിസ് മണ്ടൻ. ഓക്കെ, അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ. ആര് സൈൻ ഔട്ട് പറയുന്നേ? ഭയങ്കര മടിയല്ലേ സൈൻ ഔട്ട് ഒക്കെ പറയാനായിട്ട് കുട്ടികൾക്ക്? താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ഒന്നുമില്ല. താങ്ക് യു ഓൾ. താങ്ക് യു ഇല്ലേ? താങ്ക് യു മിസ്. Thanks, miss. Thank you, miss.